ഹലോ, അപ്പോൾ നമുക്കിന്നൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ നല്ല രീതിയിൽ 2 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കണം. എന്നിട്ട് അതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ബേക്കിംഗ് പൗഡർ അതൊരു 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കൊക്കോ പൗഡർ. സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോഴേക്കും മൈദയോടൊപ്പം തന്നെയാണ് നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൊക്കോ പൗഡറൊക്കെ ഒരുമിച്ചിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ഞാനിപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടാണ് അരിച്ചെടുത്തിരിക്കുന്നത്. പിന്നീട് ഈ അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് അത് നമ്മൾ മാറ്റി വയ്ക്കണം. അടുത്തതായി 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള 2 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല രീതിയിൽ വിസ്ക് വെച്ച് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. മുട്ടയൊന്ന് പതഞ്ഞ് വരണം. പിന്നീട് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര 1 കപ്പ് പഞ്ചസാരയാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ കുറച്ചായിട്ട് ഈ മുട്ടയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം വിസ്ക് വെച്ച് ബീറ്റ് ചെയ്യേണ്ടതുണ്ട്. സാധാരണ നമ്മൾ ബീറ്റർ വെച്ചിട്ടാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്ത് കിട്ടും. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് വിസ്ക് വെച്ചിട്ടാണ്. അടുത്തതായി ഇതിലോട്ട് 1/4 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് അതിലോട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ബാറ്റർ ഒഴിച്ചിട്ട് നന്നായി തട്ടി കൊടുക്കണം. അടുത്തതായി ചെയ്യേണ്ടത് ഓവണിൽ ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിപ്പോൾ ഞാൻ ചെയ്യുന്നത് 180 ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചറും അതുപോലെ തന്നെ 40 മിനിറ്റാണ് ടൈമും വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കേക്കിന് മുകളിൽ ഈ ബട്ടർ പേപ്പറില്ലേ അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. ഇനി കുറച്ച് നേരം നമുക്ക് ഈ കേക്ക് ഒന്ന് ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല കേട്ടോ. ഇത് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിട്ട് ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും ഇതുപോലെ 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അടുത്തതായി ഇത് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് നമ്മൾ കേക്ക് ഒന്ന് ഐസിങ് ചെയ്യാൻ പോവുകയാണ്. ആ വീഡിയോ ഞാനിതിൽ കാണിക്കുന്നില്ല. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക്